നോബൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. മരണസംഖ്യ 8 9 ഒക്കെ ഉള്ള വിവരങ്ങൾ വരുന്നു. നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒരു കണക്കിലേക്ക് എത്താൻ കഴിയുന്നില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവർ മരിച്ചതായിരിക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് 8 പേർ മരിച്ചു എന്നുള്ളതാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതറിയട്ടെ. 9 മരണം എന്ന മറ്റൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വലിയ വ്യാപ്തിയുള്ള ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അപകടകരമായ വളരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിലുടനീളം. റെഡ് അലേർട്ടാണ് ദില്ലിയിലുടനീളം നൽകിയിരിക്കുന്നത്. നോബൽ മരണസംഖ്യ ഉയരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. നമ്മൾ ആഭ്യന്തര വകുപ്പിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ഡൽഹി പോലീസും ഫോറൻസിക് വിദഗ്ധരും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സും ഇപ്പോൾ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 9 മരണം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 25 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. 8 മരണമെന്നാണ്. മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് എന്താണ് നോബൽ? അരുൺ, മരണസംഖ്യയുമായി ബന്ധപ്പെട്ടും പരിക്കേറ്റ ആളുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. പക്ഷെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ ഉണ്ടായ ചില ആളുകൾ എന്താണെങ്കിലും വ്യക്തമാക്കുന്നു. കാരണം ചില ശരീരങ്ങൾ തെറിച്ചു പോകുന്ന അത്തരത്തിൽ സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിപ്പോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ മരിച്ചു എന്നാണ് ചില ആളുകൾ അല്പം ഇവിടെ കടന്നുപോയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആവശ്യമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ എല്ലാ സംവിധാനവും सर क्या इंफॉर्मेशन मिली है सर आपको? कोई नहीं मिली सर। अभी सर गाड़ी कौन सी cannot tell anything right now. Cannot tell. कितना सर ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്നതാണ് പ്രതികരണം. cannot tell anything right now. It is under investigation. എന്താണെങ്കിലും ഒന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. മരണസംഖ്യയുടെ കാര്യത്തിലായാലും സ്ഫോടനം ഉണ്ടായ കാര്യത്തിലായാലും ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതൊരു ഉഗ്രസ്ഫോടനമായി മാറുകയാണ്. പക്ഷേ മരണസംഖ്യ ഉയർന്നുകൊണ്ടായിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ ടുഡേയാണ് 8 മരണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോബൽ മാരിക്കാരൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. അവരിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അന്വേഷണം നടക്കുകയാണ് എന്നാണോ പറയുന്നത്? അരുൺ, തീർച്ചയായും ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഉദ്യോഗസ്ഥർ നമ്മൾ ചോദിച്ചു എന്തെങ്കിലും അട്ടിമറി സാധ്യതകളാണോ അല്ലെങ്കിൽ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു മറുപടി പറയാൻ എന്താണെങ്കിലും അവർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അവർ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇവർ ഇതിൽ ഒരു ഉദ്യോഗസ്ഥർ അവരുടെ ഒരു മീറ്റിംഗിന് ശേഷം മാത്രമായിരിക്കും അന്തിമമായി. നോബൽ സംഭവ സ്ഥലത്ത് തന്നെ ആളുകൾ മരിച്ചു എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. LNJPയിലേക്ക് 8 പേരെ ബ്രോഡ് ഡെഡ് എന്നുള്ള വിവരം വരുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും സുജിയ, നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക കണക്ക് സ്ഥിരീകരണം ആവശ്യമാണ്. പക്ഷേ ഇത് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും അവർ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. അവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം ഒരുപക്ഷെ പ്രതികരിക്കാനായിരിക്കും ഇതിൽ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും NST അടക്കമുള്ള സംവിധാനങ്ങളും മറ്റ് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളും മറ്റ് എല്ലാ സംവിധാനങ്ങളും ഏറെക്കുറെ ദില്ലിയുടെ എല്ലാ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് വിവരം ഉള്ളത്. അവരെല്ലാം ഇതിൽ കൃത്യമായി തന്നെ ഓരോ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ പരിശോധന പൂർത്തിയാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. ചില ആളുകൾ മരണപ്പെട്ടു തന്നെയാണ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ആളുകൾ മരിച്ചിരുന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കമുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ സംവിധാനങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ലാൽക്കില പോലെ ഇത്രയും റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തുണ്ടായ സ്ഫോടനം സ്വാഭാവികമായും ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വേണം വിലയിരുത്താൻ. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 8 മരണമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 6:55 റെഡ് ഫോർട്ടിന് സമീപം ഈ സ്ഫോടനമുണ്ടായതായി സംശയിക്കുന്നത്.
ആദ്യം ഒരു കാറ് പൊട്ടിത്തെറിക്കുന്നു, തൊട്ടു പിന്നാലെ രണ്ടാമത്തെ കാറ് പൊട്ടിത്തെറിക്കുന്നു. ചെങ്കോട്ടയ്ക്കടുത്ത് ലാൽക്വില മെട്രോ സ്റ്റേഷൻ, റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിലെ ഗേറ്റ് നമ്പർ 1 സമീപം പാർക്ക് ചെയ്തിരുന്ന കാറുകളാണ് പൊട്ടിത്തെറിച്ചത്. ആദ്യം അത് ഒരു സാധാരണ തീപിടുത്തം എന്ന നിലയിലാണ് കണ്ടതെങ്കിലും തുടർച്ചയായി സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മൊത്തം 9ഓളം വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചു. അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നതാണ് ആദ്യം വന്ന വിവരമെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് LNGP ഹോസ്പിറ്റലിൽ തന്നെ 8ഓളം പേർ മരിച്ചു എന്നുള്ളൊരു വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ടുഡേ ഇപ്പോൾ കിട്ടുന്ന വിവരം ലോക്നായക് ജയപ്രകാശ് നാരായൺ LNGP ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നതനുസരിച്ച് 15 പേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിൽ 8 പേർ മരിച്ചു, 3 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. കൊണ്ടുവന്നവരിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റേബിൾ കണ്ടീഷനിലുള്ളത്. ANA റിപ്പോർട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ANA റിപ്പോർട്ട് പ്രകാരം ലോക്നായക് ഹോസ്പിറ്റലിൽ LNGP ഹോസ്പിറ്റലിൽ 15 പേരെ കൊണ്ടുവരികയും അതിൽ ഒരാൾ സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 8 ഓഫ് ദം ഡൈഡ് ബിഫോർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ എന്നാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ 8 പേർക്ക് മരണം സംഭവിച്ചിരുന്നുവെന്നാണ് LNGP ഹോസ്പിറ്റലിൽ നിന്നുള്ള ANA റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. 8 പേർ മരിച്ചു എന്നുള്ള വിവരം വരുന്നു. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ 6:55 8 മരണം എന്നുള്ളത് നമ്മളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ANA റിപ്പോർട്ട് ചെയ്യുന്നു. ANAയുടെ റിപ്പോർട്ട് അനുസരിച്ച് 8 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ദില്ലിയിലെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ചെങ്കോട്ടയ്ക്ക് സമീപം, ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷനിലെ ഗേറ്റ് നമ്പർ 1 സമീപമാണ് സ്ഫോടനമുണ്ടായത്. 6:50 നടന്ന സ്ഫോടനം. തുടർച്ചയായിട്ടുണ്ടായ സ്ഫോടനത്തിൽ ദില്ലി നഗരത്തിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങൾ വിറങ്ങലിച്ചു എന്ന് വേണം പറയാൻ. തൊട്ടു പരിസരത്തുണ്ടായിരുന്ന കടകൾക്കും അവിടെ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. 12ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത്. റിപ്പോർട്ടർ വാർത്താസംഘം സംഭവസ്ഥലത്തുണ്ട്.